കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് എക്കാലത്തെ മികച്ച മാനേജേഴ്സിൽ മുൻപന്തിയിലാണ് ഇവാൻ വുക്കുമനോവിച്ച്. 2025-26 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചായി ഇവാൻ്റെ വരവ് തള്ളിക്കളയാനാകാത്ത ഒന്നായതിനാൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സെർബിയൻ മാനേജറായ ഇവാൻ വുക്കുമനോവിച്ച് 2021-22 സീസൺ മുന്നോടിയായി ജൂൺ 17, 2021 ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഗംഭീരമായ 3 സീസണെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാനേജറൽ കരിയർ ഹിസ്റ്ററി പരിശോധിച്ചാൽ തൻ്റെ 36-ാം വയസ്സിൽ സ്റ്റാൻഡേർഡ് ലീഗിനു വേണ്ടി അസിസ്റ്റന്റ് കോച്ചായി കരിയർ തുടങ്ങിയ വുക്കുമനോവിച്ച് 2013-14 സീസണിൽ ഹെഡ് കോച്ച് റോളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ആദ്യ കളി യൂറോപ്പ ലീഗിൽ സ്പാനിഷ് വമ്പന്മാരായ സെവിയെ ഗോൾലെസ് സമനിലയിൽ കുരുക്കുകയും ചെയ്തു. തുടർന്ന് ഒക്ടോബർ 2016 സ്ലോവൻ്റെ ഹെഡ് കോച്ചായി സ്ഥാനമേറ്റ ഇവാൻ ആദ്യ സീസണിൽ സെക്കൻഡ് പ്രൈസ് ഫിനിഷും 2017 തൻ്റെ ആദ്യ ട്രോഫി സ്ലോവാക് കപ്പിലൂടെ ഉയർത്താനായി. പിന്നെ 4 കളിയിൽ അപ്പോളോണിൻ്റെ ഇന്ത്യൻ കോച്ചായി സ്ഥാനമേറ്റ ഒരു ആവറേജ് മാനേജറായാണ് തൻ്റെ ബ്ലാസ്റ്റേഴ്സിലോട്ടുള്ള വരവ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ പല റെക്കോർഡുകൾ സൃഷ്ടിച്ചും തകർത്തുമുള്ള ആദ്യ സീസണിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചുകൊണ്ട് കൂടുതൽ പോയിൻറ്സും വിൻസും കുറവ് ഗോൾ കൺസിഡർ ചെയ്തും ആദ്യമായി പോസിറ്റീവ് ഗോൾ ഡിഫറൻസിലാണ് 2021-22 സീസൺ അവസാനിപ്പിച്ചത്. ആ സീസൺ ISLൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുള്ള ക്ലബ്ബാവാൻ കേരളയ്ക്ക് സാധിച്ചപ്പോൾ കൂടുതൽ ഗോൾ അടിച്ചതിൽ 5ാമതും കുറവ് ഗോൾ കൺസിഡർ ചെയ്തതിൽ 3ാമതും മോസ്റ്റ് വിൻസും ആകെ കുറച്ച് കളികൾ മാത്രമാണ് തോറ്റത്. ലൂണയുടെയും വാസ്കസിൻ്റെയും ഇൻഡിവിജ്വൽ ബ്രില്യൻസും ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ള ഗില്ലിൻ്റെ ഗോളങ്ങളും ഉൾപ്പെടെ ടീമിൻ്റെ ഓവറോൾ ഡിഫൻസീവ് ക്വാളിറ്റീസും എടുത്തു പറയേണ്ടതാണ്. 2022-23 തൻ്റെ തന്നെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും കൂടുതൽ കളികൾ ജയിച്ചതിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡ് തകർക്കുകയും ISLൽ ആ സീസണിലെ കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ സീസണിലെ നിലവാരം നിലനിർത്താൻ ഇവാന് സാധിച്ചു. ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സ് നോക്കിയാൽ ആവറേജ് കളി പുറത്തെടുത്താണ് കേരള പ്ലേ ഓഫിലെത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ 3 സീസണിലും പോസിറ്റീവ് ഗോൾ ഡിഫറൻസ് ഉള്ള ഏക മാനേജറാവാൻ ഇവാന് സാധിച്ചപ്പോൾ ISLൽ മോസ്റ്റ് വിൻസിലും മോസ്റ്റ് ഗോൾസിലും 5ാമതാണ് ബ്ലാസ്റ്റേഴ്സ്. ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ 13 ഗോളുമായി ഗോൾഡൻ ബൂട്ട് നേടിയ ഡിമി തിളങ്ങിയപ്പോൾ ആ സീസണിൽ തുടർച്ചയായ ഇഞ്ചുറീസ് ഇവാനെ അലട്ടിയ ഒന്ന് തന്നെയാണ്. ISLൽ ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ മറ്റു ടീമുകളുമായുള്ള റെക്കോർഡ് നോക്കിയാൽ 8 കളിയിൽ 4ലും ജയിച്ച് 15 പോയിൻ്റ് നേടി ജംഷഡ്പൂറാണ് ഇവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എതിരാളി. ഇവാൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ മറ്റ് അച്ചീവ്മെൻറ്റ്സ് നോക്കിയാൽ മോഹൻ ബഗാനായിട്ട് ഒരു തോൽവിയിലാണ് 2021-22 സീസൺ ആരംഭിച്ചതെങ്കിലും 10 കളിയിലെ അൺബീറ്റൻ റണ്ണിലൂടെ 8 വർഷത്തിൽ ആദ്യമായി തൽക്കാലത്തേക്കാണെങ്കിൽ പോലും ലീഗ് ടോപ്പേഴ്സ് ആവാനും ആദ്യമായി മുംബൈക്കും ചെന്നൈയിനുമെതിരെയുള്ള ലീഗ് ഡബിളും അങ്ങനെ ഫൈനലിൽ ഹൈദരാബാദിനെതിരെയുള്ള തോൽവിയും തൻ്റെ ആദ്യ സീസണിൽ തന്നെ ISL റണ്ണറപ്പ് ആവാൻ ഇവാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായി കോൺസിക്യൂട്ടീവ് 5 കളിയിലെ ജയവും ഗോവയുടെ കേരളത്തിനെതിരെയുള്ള അൺബീറ്റൻ റൺ തകർത്തും ഡേവിഡ് ജെയിംസിൻ്റെ മോസ്റ്റ് വിൻസും മോസ്റ്റ് ഗെയിംസ് മാനേജ് ചെയ്തതിനുള്ള റെക്കോർഡ് തകർത്തും ജംഷഡ്പൂരിനെതിരെയുള്ള ലീഗ് ഡബിളും അങ്ങനെ ISLൽ ബാക്ക് ടു ബാക്ക് പ്ലേ ഓഫിലെത്തി ടീമിൻ്റെ ആ വിന്നിംഗ് മെൻറ്റാലിറ്റി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ISLലെ 3ാം സീസണിൽ മോഹൻ ബഗാനായിട്ടുള്ള വിജയത്തോടെ എല്ലാ പോസിബിൾ ഒപ്പോണൻസുമായി ജയിക്കുന്ന ആദ്യ കേരള മാനേജറാവാൻ സാധിച്ചപ്പോൾ 10ലേറെ പ്ലേയേഴ്സിലെ ഇഞ്ചുറീസും ഫോമൗട്ടും ഒക്കെ കാരണം അത്ര നല്ല സീസണായിരുന്നില്ല അത്. എന്നാൽ കൂടി 3 തവണ പ്ലേ ഓഫിൽ ടീമിനെ എത്തിക്കാൻ ഇവാനായി. തൻ്റെ മെയിൻ ഫോർമേഷനായ 4-4-2ൽ അലൈൻ ചെയ്യുന്ന ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഫീസിൽ ഒരു 2-4-4 എന്ന നിലയിലുള്ള പൊസിഷനും ഡിഫൻസീവ്ലി ഡബിൾ പിവോട്ടിനെ മെയിനാക്കി 4-4-1-1 എന്ന ഷേപ്പിലാണ് അലൈൻ ചെയ്യുന്നത്. ഇവാൻ്റെ മെയിൻ പ്ലെയറായ ലൂണയുടെ പ്ലേ മേക്കിങ്ങും പൊസിഷണൽ ഫ്ലെക്സിബിലിറ്റിയും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണെങ്കിലും 2023-24 സീസണിലെ ഇഞ്ചുറി മൂലമുള്ള ലൂണയുടെ അഭാവം ഇവാന് ഏറെ പ്രശ്നം സൃഷ്ടിച്ച ഒന്നാണ്. പൊതുവെ ഫ്ലാങ്കിൽ കൂടി അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഇവാൻ്റെ ടാക്ടിക്സിൽ വിങ്ങിൽ സഹലും രാഹുലും പോലുള്ള പ്ലെയേഴ്സിൻ്റെ പ്രിഫറൻസ്, ഡബിൾ പിവറ്റ് റോളിൽ പ്ലെയേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഡിമിയും വാസ്കസും പോലെയുള്ള ക്ലിനിക്കൽ സ്ട്രൈക്കേഴ്സും ഇവാന് ഏറെ ക്രൂഷ്യലാണ്. ഒപ്പോണൻസിനെ അനുസരിച്ച് ടാക്ടിക്കൽ ട്വീക്സ് വരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് ഏറെ ശ്രദ്ധേയമാണ്. 2024-25 സ്ക്വാഡ് ഉപയോഗിച്ച് ഇവാൻ്റെ തന്ത്രത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അണിനിരുന്നാൽ ഫ്രാങ്കിൽ കോറോ, നോവ, എയ്മൻ അല്ലെങ്കിൽ ലൂണ പോലുള്ള പ്ലേയേഴ്സും മിഡ്ഫീൽഡിൽ വിപിനും സ്ട്രൈക്കറായ ജിമിനസും ഉള്ളപ്പോൾ കേരള ഒരു ശക്തമായ സ്ക്വാഡാണ്. റൂമറുകൾ അനുസരിച്ച് ഡ്രിൻസിച്ചും പെപ്പറയും സന്ദീപൊക്കെ ക്ലബ്ബ് പിടിക്കുകയാണെങ്കിൽ പുതിയ സെൻ്റർ ബാക്കിനെ എത്തിച്ച് ലഗാത്തോറിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലിറക്കി വിവനെ കുറച്ചുകൂടി ഫ്രീ ആക്കിയാൽ അതിൽ അതിശയമില്ല. ഇനി ലൂണയുടെ അഭാവത്തിലാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബൗമസ് പോലെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാനായാൽ അതൊരു പോസിറ്റീവ് തന്നെയാണ്. ISLന് പുറമെ മറ്റു കോമ്പറ്റീഷനിലെ ഇവാൻ്റെ സ്റ്റാറ്റ്സ് അത്രയ്ക്ക് മികച്ചതല്ലെങ്കിലും 2025-26 സീസണിൽ ഇവാനെ എത്തിക്കാനായാൽ അദ്ദേഹത്തിൻ്റെ 2ാം ഊഴത്തിൽ ISL അടിക്കുക തന്നെയായിരിക്കും ലക്ഷ്യം.
ഉള്ള പ്ലേയേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തും പുതിയ മികച്ച പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്തും അവരെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുപ്പിക്കാനുള്ള ഇവാൻ്റെ മിടുക്കാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഹിസ്റ്ററിയിൽ മോസ്റ്റ് സക്സസ്ഫുൾ മാനേജർ ആക്കുന്നത്.